മോളമ്മ ഒന്ന് വന്ന് കഴിക്കും മോളമ്മ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുമഴ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് കഴിക്കാൻ പുട്ടുമഴ 11 മണിയായി മോനെ. എന്തെങ്കിലും ഒന്ന് കഴിക്കി. ആ പുട്ടുമഴവും കഴിക്കുവോ? എന്നാ മീൻകറി ഉണ്ടാക്കട്ടെ. ഏത് നേരം മോളിൽ കയറി ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഉണ്ടാക്കണവന് മാത്രമേ അറിയുള്ളൂ. ഇന്നൊരു ദിവസമല്ലേ പഴമുള്ളത്, പിന്നെ കഴിച്ചാൽ എന്താണ്? ഒന്നും കിട്ടാണ്ടിരിക്കണം. അപ്പൊ പഠിക്കും. ഒരു പിള്ളേര് വിശന്ന് നടക്കണുണ്ടോടാ. ഒന്ന് വന്ന് കഴിക്കുക കൊച്ചേ. എനിക്ക് മീൻകറി ഉണ്ടാക്കാനുള്ളതാണ്. വെട്ടിത്തേച്ച് വെച്ചേക്കണ്. അതെ, മീൻകറി ഉണ്ടാക്കി ഞാൻ കഴിക്കാം. എന്തിനീ മോൻ നിർമ്മിച്ചിരിക്കണേ? എനിക്ക് മീൻകറി ഉണ്ടായി ഞാൻ പുട്ടേക്കുള്ളൂ. ആ ഉണ്ടാക്കി തരാം. എന്തായാലും കഴിച്ചാൽ മതി. വാ ഇവിടെ ഒന്നിരിക്കേ. കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ട് മീൻകറി ഉണ്ടാക്കി വെച്ചാട്ടാ. വാ 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 വാ. ഇത് കട്ടിയാമേ പുട്ടിന്. കഴിച്ചു. എന്തൊരു ഉപ്പാണ്, കൊള്ളൂലമ്മേ. ഇങ്ങോട്ടേ ഞാൻ വാഴ്ത്തരാം. കാത്തുപെണ്ണേ മാറുന്നേ. ഞാൻ വാങ്ങി കഴിച്ചപ്പോ രുചി ഉണ്ടായിരുന്നില്ലല്ലോ. ആ മാറി ഭയങ്കര രുചി ഉണ്ടായി. ആ ഉണ്ടാവും ഉണ്ടാവും. അമ്മ വാരി തരുമ്പോൾ രുചി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മര്യാദ കഴിച്ചിട്ട് വെക്കോ. വിശക്കുമ്പോഴേ നല്ല രുചി ഉണ്ടാവും. മടിയാണ് നിങ്ങൾക്കൊക്കെ മടി. എല്ലാ കാര്യം വിരലിൻ്റെ തുമ്പത്തുണ്ടല്ലോ, അതുകൊണ്ടുള്ള മടിയാണ്. വിശക്കുമ്പോഴാണ് അതിൻ്റെ വില അറിയാൻ പറ്റുക. ഇതും കൂടി കഴിച്ചിട്ട് ഒറ്റക്ക് കഴിച്ചോളൂ. പുട്ട് ആവിയായിട്ടാണ് വെച്ചേക്കണം. ഞാൻ അവനെ ഇറക്കി വെച്ചിട്ട് വരാം. അല്ലെങ്കിൽ അമ്മ അടുത്തുന്ന പ്രത്യേക ടേസ്റ്റാണ്. ഈ അമ്മമാരുടെ ടെക്നിക്ക് എന്തുകൊണ്ട് പുട്ടെടുത്ത് കഴിച്ചു. നമ്മ കഴിച്ചാ ആ മീൻകറി കൂടെ വെക്കട്ടെ. വറുക്കാൻ പറ്റി വെച്ചേക്കുന്നു. നല്ല പെട്ടെന്ന് ആയിക്കോട്ടെ. അതെ, അമ്മമാർ വാരിത്തന്ന ആ ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയാണ്. അതുപോലെ അമ്മമാർ നമ്മളോട് പറയുന്നൊരു വാക്കുള്ളൂ, എൻ്റെ കാലം കഴിഞ്ഞാൽ നീയൊക്കെ പഠിക്കും. അതിലൊരു സത്യമുണ്ട് കേട്ടോ കൂട്ടുകാരെ.